ഈ ദഹിച്ചതിന് ശേഷം തണുപ്പുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ഓർപ്പിച്ചല്ലോ. ഇനിയുണ്ട് നമുക്ക് പാടില്ലാത്ത സംഗതികൾ. അതായത് ശരീരത്തില് ഈ ആമാവസ്ഥയുള്ളത്, ആമം വർദ്ധിപ്പിക്കും. ഏത്? ഈ തൈരും എണ്ണ പലഹാരങ്ങളും എണ്ണയിലിട്ട് വറുത്ത സംഗതികൾ, ഉഴുന്നുവട, പഴംപൊരി, പരിപ്പുവട, അതൊക്കെ ആമാവസ്ഥ വർദ്ധിപ്പിക്കും. ആമം എന്താണ്? ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഊഷ്മണവും അല്പബലത്വേന ധാതുമാധ്യമപാചിതം ദുഷ്ടമാമാശയഗതം തദാമം പ്രജക്ഷതേ. അതായത് നമുക്ക് ഈ വാത കഫദോഷങ്ങൾ വർദ്ധിക്കുമ്പോൾ അഗ്നി വന്നിക്കും, ഡൈജസ്റ്റീവ് പവർ കുറയും. അപ്പൊ അങ്ങനെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളെ പൂർണ്ണമായിട്ട് ദഹിപ്പിക്കാതെ അത് അന്നരസമായിട്ട് മാറാതെയും അന്നരസത്തിൽ നിന്ന് രസധാതുവായിട്ട് അങ്ങനെ 7 ധാതുക്കൾ ക്രമേണ മാറുന്ന പ്രോസസ്സ് ഇല്ലാതാവുമ്പം അതുവഴി അവിടെ കെട്ടിക്കിടന്ന് ദുഷിച്ച് ആ അവസ്ഥയാണ് ആമാവസ്ഥ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അല്ലാണ്ട് നമ്മൾ ഈ ടോർട്ടോയ്സ് ആമയല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചിലരൊക്കെ മുമ്പ് സംശയം ചോദിക്കേണ്ടായിരുന്നു, അതുകൊണ്ട് അത് ഈ സമയത്തോട് എടുത്ത് പറയാന്ന് വെച്ചാൽ. അപ്പൊ അങ്ങനെ ആ ഒരു ആമാവസ്ഥ ഓരോ ധാതു ലെവലുകളിലും 7 ധാതുക്കളുണ്ട് ശരീരത്തിൽ. ഓക്കെ, രസ, രക്ത, മാംസം, മേധോ, അസ്ഥി,